അദ്ദേഹം പേര് കൊടുത്ത ഇമോഷൻസിന് ഫാൽ എന്നാണ്. FAL. F for fear, A for anger and L for love. ഒരു മനുഷ്യന് തൻ്റെ ക്രോധം നിയന്ത്രിക്കാൻ പറ്റാതായാലും തൻ്റെ ഭയത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പല കുട്ടികളും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫെയിലിയറായി പോകുന്നു. അവരുടെ പരീക്ഷാ ഹാളിൽ കയറി ചെല്ലുമ്പോൾ ഭയം കൊണ്ട് പഠിച്ചതൊക്കെ ഇങ്ങനെ ആവിയായി പോയി, ഞാൻ ആകെ പകച്ചുപോയി എന്ന് പറയുന്നു. നല്ലതായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ഒരു സ്റ്റേജിലേക്ക് ചെല്ലുന്നു. പെർഫോമൻസിൻ്റെ സമയമെത്തുമ്പോൾ അവരുള്ളിൽ കടന്നു വരുന്നതായിട്ടുള്ള ഭയം എന്തൊക്കെയോ എന്ന് വിചാരിക്കുന്നു. അവരുടെ എല്ലാ പെർഫോമൻസിൻ്റെ കപ്പാസിറ്റി നഷ്ടമായി പോകുന്നു. നന്നായി പാടാൻ കഴിയുന്ന കുട്ടിക്ക് പാടാൻ പറ്റാതായി പോകുന്നു. നന്നായി അഭിനയിക്കാൻ പറ്റുന്ന കുട്ടിക്ക് അഭിനയിക്കാൻ പറ്റാതായി പോകുന്നു. നന്നായി പഠിച്ച കുട്ടിക്ക് പരീക്ഷയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതായി പോകുന്നു. നന്നായി പ്രസൻറ്റേഷന് തയ്യാറായ ഒരാൾക്ക് തൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റാതായി പോകുന്നു. നല്ല ഡീലിന് വേണ്ടി റെഡിയായി പോയിട്ട് നാവ് പിഴച്ചതിൻ്റെ പേരിൽ ഡീല് നഷ്ടപ്പെട്ട് ബിസിനസ് താഴേക്ക് പോയി പോകുന്നു. ഇനി എന്തെല്ലാം വേണം? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഏതുകൊണ്ടാണ്? നമ്മുടെ കുടുംബ കോടതികളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ ഇത്രയധികം വർദ്ധിച്ചുവെങ്കിൽ അതിൻ്റെയൊക്കെ വില്ലൻ മറ്റാരുമല്ല, നമ്മുടെ